നമ്മുടെ വീട്ടിലെ ഈ ഏത്തപ്പഴമൊക്കെ ഇരുന്ന് പഴുത്ത് പോകുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ എടനയുടെ ഇലയിൽ നിങ്ങൾ അട ഉണ്ടാക്കി നോക്കിക്കേ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കപ്പഴം കൊണ്ട് വെച്ചുണ്ടാക്കിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് കേട്ടോ ഓർത്ത്. പക്ഷേ നമ്മൾ ഏത്തപ്പഴമൊക്കെ വാടി ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വാടി കുറഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർ എന്തായാലും കഴിക്കത്തില്ല. അപ്പം അങ്ങനെ വാടി കുറഞ്ഞൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 പഴം ഒന്ന് നല്ല രീതിയിൽ ഇങ്ങനെ തൊലി കറുത്തൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇത് നല്ല ഒരു ജ്യൂസാക്കി ഇങ്ങനെ അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് തേങ്ങയുണ്ടല്ലോ, കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഈ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞ് ജീരകമില്ലേ അതും ഒരു 2-3 ഏലക്ക കേട്ടോ. അതും പിന്നെ കുറച്ച് ശർക്കര, പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കര. നമ്മൾ ഈ ശർക്കരയുടെ പൊടി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് നമുക്കത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ. ഇതിട്ട് കൊടുത്തിട്ട് ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുക്കാം. പിന്നെ ഇട്ട് കൊടുത്ത പൊടി എന്നാന്ന് മനസ്സിലായോ? ഒരു നുള്ളു ഉപ്പാട്ടാ. ഈ ഉപ്പ് നമ്മൾ ഇടുവാണെങ്കിൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അടിപൊളിയല്ലേ. അപ്പം ഞാൻ ഉപ്പും കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടേ. ഇത് ഈ ഒരു പരുവത്തിൽ കേട്ടോ. എന്നിട്ടുണ്ടല്ലോ നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ടല്ലോ ഈ തേങ്ങയുടെ കൊത്തില്ലേ, തേങ്ങാക്കൊത്ത്. നമ്മൾ ഉണ്ണിയപ്പത്തിലേക്ക് ഇങ്ങനെ ചിലരിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കടിച്ച് തിന്നുന്ന ഇഷ്ടമുള്ള ടീംസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കകത്തും ഇങ്ങനെ ഈ തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ ഒരിത്തിരി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കാൻ നേരത്തെ ഒരിത്തിരി നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് മൂപ്പിക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല മണമാണ്. അപ്പം ഇതിങ്ങനെ ഇത്രയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് പൊടി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മൈദമാവോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മിക്സ് ചെയ്യാം. അപ്പം ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് മൈദമാവും അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഗോതമ്പ് പൊടി തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഗോതമ്പ് പൊടി തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ എടനയുടെ ഇലയിൽ ഞാനന്ന് കുമ്പിൾ കുത്തിയിട്ട് ഇതിലേക്ക് ഇതുപോലെ വാരിക്കോരി ഇടുന്നുണ്ട്. ഇനിയിപ്പം എടനയുടെ ഇല കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാവലയില്ലേ, പ്ലാവല ഇങ്ങനെ ഈർക്കലി കുത്തി ഇങ്ങനെ കുമ്പിളാക്കി എടുത്താലും മതി കേട്ടോ. അതല്ലെങ്കിൽ വാഴയുടെ ഇലയില്ലേ, വാഴയുടെ ഇലയിലും ഇങ്ങനെ ഉണ്ടാക്കി എടുത്താലും മതി കേട്ടോ. പക്ഷേ ഈ എടനയുടെ ഇലയിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ആ എടനയുടെ ഇലയുടെ ഒരു പ്രത്യേക ടേസ്റ്റും മണവും രുചിയും ഈ അടയ്ക്ക് കിട്ടും. നമ്മൾ ഈ ചക്കപ്പഴത്തിൻ്റെ അടയൊക്കെ ഉണ്ടാക്കുമ്പം ഉള്ള ടേസ്റ്റ് ഇല്ലേ, അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് അതുപോലെ ഒന്ന് കുത്തി ഒരു ചെറിയൊരു കുഴിയുള്ള ആവിപ്പാത്രത്തിലേക്ക് ഇങ്ങനെ അട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചെരുവത്തിൽ ഒരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് ആവി കയറ്റാനായിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റായിരുന്നു കേട്ടോ. നല്ല ആവി പറക്കുമ്പോഴല്ലോ അടിപൊളി മണ എന്താ ചെയ്യും ഈ ഇടനിടയിലെ ആ ഒരു മണം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചൂടിനോടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം കയ്യിലൊട്ട് പിടിക്കും. പക്ഷേ ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾ ഓഫ് ചെയ്തോ, 10-15 മിനിറ്റ് വരെ ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് എടുത്തോ കേട്ടോ. ഇത് നോക്കിക്കാൻ നല്ല അലുവ പോലെ ഇരിക്കും. ഭയങ്കര ടേസ്റ്റുമാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ പഴമൊക്കെ കഴിക്കാൻ മടിച്ചു പോയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ കഴിച്ചോളൂ കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ട് കാണാവേ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണേ. ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടെന്ന് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാവേ. ബൈ.